Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. കൊപ്പത്ത് നടുറോട്ടിൽ ലോറി തടഞ്ഞ് 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിൽ 2 പേർ കൊപ്പം പോലീസിന്റെ പിടിയിൽ. മലപ്പുറം കൽപ്പകഞ്ചേരി പുതുക്കിടി വീട്ടിൽ ഷാഹുൽ ഹമീദ് 37 വയസ്സ്, കൽപ്പകഞ്ചേരി തയ്യിൽ ഊരാത്ത് വീട്ടിൽ അബ്ദുൽ റഹീം 49 വയസ്സ് എന്നിവരെയാണ് കൊപ്പം SI താഹിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നും വളാഞ്ചേരിയിലേക്ക് സിമെന്റുമായി വരികയായിരുന്ന ലോറിയാണ് കൊപ്പം അത്താണിക്ക് സമീപത്ത് വെച്ച് കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തിയത്. തുടർന്ന് ഡ്രൈവർ നിലമ്പൂർ സ്വദേശി ശശികുമാറിൻ്റെ മൊബൈൽ ഫോണും കൈവശമുണ്ടായിരുന്ന 2 ലക്ഷം രൂപയും ലോറിയുടെ ചാവിയും സംഘം തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. തുടർന്ന് ഷൊർണൂർ DYSP സാബു K എബ്രാഹിമിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ മലപ്പുറത്തു നിന്നും പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പോലീസിന്റെ വലയിലായത്. മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 28ലേറെ കേസുകളിലെ പ്രതിയാണ് ഷാഹുൽ ഹമീദ്. അബ്ദുൾ റഹീമിന്റെ പേരിലും കേസുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് കൊപ്പം SI താഹിർ സംസാരിക്കുന്നു. 17/6/2026 തീയതി രാത്രി 11 മണിയോടുകൂടി പാലക്കാട് വളയർ ഭാഗത്തുനിന്മാർ സിമെൻറ്റ് ലോറി കയറ്റി വന്നിരുന്ന ലോറി ഏകദേശം നമ്മൾ കൊപ്പം കോർമോത്ത് പടിയുടെ അടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ അതേ ദിശയിൽ ഓടിച്ചു വന്നിരുന്ന ഒരു കാറ് അതിനെ ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തുകയും ആ കാറിൽ നിന്ന് 2 പേർ ഇറങ്ങി വന്ന് ഡ്രൈവറോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുകയും വണ്ടിയിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഡ്രൈവറെ വിളിച്ചിറക്കി വണ്ടിയിൽ കയറി. അതിൽ ഒരാൾ ഹമീദ് പറഞ്ഞ ആൾ വണ്ടിയിൽ കയറി വണ്ടിയിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപയും അതുപോലെ മൊബൈൽ ഫോൺ, വണ്ടിയുടെ ചാവി എന്നിവ ഊരി ലോറി ഡ്രൈവറെ തള്ളി മാറ്റി കാറെടുത്ത് പോയതിൽ ഉണ്ടായൊരു സംഭവമാണ്. അതിൽ ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ DYSP സാറ് അതുപോലെയുള്ള ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ കയറി ധരിപ്പിച്ചതിൽ ആബിദയുടെ ആ ഡീറ്റെയിൽസിലുള്ള ഫോൺ നമ്പർ പരിശോധിച്ചതിൽ അത് മുൻ RC ഓണറായ ആളുടെ പേരിലാണെന്ന് മനസ്സിലായി. പിന്നീട് തുടർന്നുള്ള അന്വേഷണം മറ്റും കാര്യങ്ങളും വെച്ച് നടത്തിയതിൽ അതിലെ ആബിദയുടെ ഭർത്താവായ ഹമീദിൻ്റെ ഫോൺ നമ്പർ കിട്ടുകയും തിരൂർ അതേമാതിരി കൽപ്പകഞ്ചേരി എന്നീ സ്ഥലങ്ങളിൽ പോയി പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചതിൽ അങ്ങനെ അല്ലു ഹമീദിനെ കുറിച്ച് അന്വേഷിച്ചതിൽ അയാൾ NDPS കേസിലെ പ്രധാന കണ്ണിയാണെന്നും 28ഓളം NDPS കേസുകൾ നിലവിലുണ്ടെന്നും അതിൽ അയാൾ ഡയറക്റ്റായിട്ട് അതിൽ ഉൾപ്പെടാതെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഉൾപ്പെടാതെ കാരിയർമാർ അതേമാതിരി ഇപ്പോൾ ലേഡീസിനെ വെച്ചിട്ടും മറ്റേതിനൊക്കെ വെച്ചിട്ടാണ് അയാൾ ഈ പരിപാടി നടത്തി വരുന്നതും അയാളുടേതായ സ്ഥലത്ത് 1 കോടിയിലധികം രൂപ വില വരുന്ന ഒരു ആഡംബര വീട് കെട്ടുകയും അത് അയാളുടെ പേരിലല്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അയാളുടേതായ രീതിയിൽ കരിയർ ആകാതെയോ അല്ലെങ്കിൽ മറ്റുള്ളതോ അറിയപ്പെടാതെ അയാൾ മറ്റുള്ളവരെ വെച്ച് NDPSൻ്റെ അതേമാതിരി കഞ്ചാവ് കടത്തുക എന്തൊക്കെ പ്രവൃത്തികളാണോ ചെയ്തുകൊണ്ടുവരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവനെ ഈ സംഘം ഞങ്ങളെല്ലാവരും വളരെ ചേർന്ന് അവൻ്റെ വീട് അത്രയും നേരത്തെ ബഹുമാനപ്പെട്ട DYSP സാറിൻ്റെ നിർദ്ദേശപ്രകാരം നേരത്തെ അയാൾ വീട്ടിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ പോയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി അതിന് ഞങ്ങളെ കൽപ്പകഞ്ചേരി CI സാറ് രാജേഷ് സാറും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്.